ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ലവേഴ്സിൻ്റെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്കായിട്ടും സ്റ്റാർട്ടറായിട്ടും നമ്മൾ കഴിക്കുന്ന ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഇനി നേരെ അടുക്കളയിലോട്ട്. കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ബ്രസ്റ്റ് പീസാണ്. ഒരു 750 ഗ്രാം ചിക്കൻ ഉണ്ട് ഇത്. ഇനി ഇതിലോട്ട് വേണ്ടത് 2 ഉരുളക്കിഴങ്ങ്, 2 സവോള, 4 പച്ചമുളക്, ചെറുതായി അരിഞ്ഞ കറിവേപ്പില, 7 വെളുത്തുള്ളി, ഇത് വലിയ വെളുത്തുള്ളിയാണേ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ബ്രെഡ് ക്രംസ്. ഇങ്ങനെ ബ്രെഡ് ക്രംസ് ആയിട്ട് കയ്യിലില്ലെങ്കിൽ ബ്രെഡ് ചൂടാക്കി ആറുമ്പോൾ പൊടിച്ചെടുത്താൽ മതി. 2 മുട്ടയുടെ വെള്ള, ഉപ്പ്, എണ്ണ, ഇത്രയുമാണ് വേണ്ടത്. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങും ചിക്കനും വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ചിക്കൻ വേവിച്ചെടുക്കാൻ പോവാണ്. അതിന് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങും വേവിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുക്കർ വേണേലും വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ചിക്കനും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പം ഇതിലോട്ട് സവോള ഇട്ട് കൊടുക്കാം. സവോള നീളത്തിലല്ല ഞാൻ അരിഞ്ഞിരിക്കുന്നത്, ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടു വരണം. ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കനൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലോട്ട് നമുക്കിനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ എരിവൊക്കെ നോക്കണം. ഗരം മസാലയോ കുരുമുളക് പൊടിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ആദ്യം ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്യണം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ അളവ് വെച്ച് അതൊരു 30 കട്ട്ലേറ്റിനുള്ളതുണ്ട് ഈ ഷേപ്പിൽ. പക്ഷേ ഞാനിപ്പോൾ അത്ര ഉണ്ടാക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കൈ കൊണ്ട് തന്നെ ചെയ്യണം. പിങ്ക് സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഇച്ചിരി സോസിലൊക്കെ മുക്കി ഈ പിങ്ക് സാലഡൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എനിക്ക് 1-2 ടിപ്സും കൂടെ ഇതിൻ്റെ കൂടെ പറയാനുണ്ട്. കട്ട്ലേറ്റ് ഇപ്പോൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഈ മിക്സ് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. കുറച്ച് ദിവസങ്ങളിലേക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. പക്ഷേ ആ പാത്രങ്ങളിലോട്ടൊന്നും ഐസ് ഇറങ്ങാതെ നോക്കണം. ആ രീതി വേണം വെക്കാനായിട്ട്. പിന്നെ നമ്മളിപ്പം ബ്രെഡ് ക്രംസ് വരെ കവർ ചെയ്തെടുത്തേക്കുന്ന ആ സ്റ്റേജ് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതിന് സിപ്ലോ കവറിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതും ഇതുപോലെ ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറുത്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ കട്ട്ലേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.